എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മാംഗോ ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു ഹോം ബേക്കറാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലുള്ള ടിപ്സും ട്രിക്സൊക്കെയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. 1 kg തൂക്കം വരുന്നൊരു ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഞാനതിനായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ചാണ് തയ്യാറാക്കുന്നത്. വൈറ്റ് സ്പോഞ്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് 3 വട്ടം അരിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് പാൽ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. 120 ഗ്രാമിൻ്റെ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനായിട്ട്. ഇനി നമുക്ക് ഈ സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ കൂട്ട് നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. ഈ വിനാഗിരി അല്ലെങ്കിൽ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്നൊന്നും താഴ്ന്നു പോവുകയും ചെയ്യില്ല. ഇപ്പോൾ മുട്ട 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കേണ്ട, കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ അത് അലിഞ്ഞ് വരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് വന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മിൽക്ക് എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അത്യാവശ്യം ഹോം ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ എസൻസുകളൊക്കെ ആഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഈ കൂട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് വരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ ഈ മുട്ടയുടെ കൂട്ട് എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാവും. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ഒരു 4 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത് വരെ ഒരു ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പഞ്ചസാര അലിയുന്നത് വരെ ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ലാസ്റ്റ് 1 മിനിറ്റ് നല്ല ഹൈ സ്പീഡിലിട്ടിട്ടും ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് ഈ ബാറ്റർ കിട്ടും. ബാറ്റർ ഈ ഒരു തിക്നെസ്സിലാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഈ ഒരു സ്റ്റേജ് വരെ ബീറ്റർ മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമ്മളൊരു ബലൂൺ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റില വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സാധാരണ ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ചേർത്ത കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കാനായിട്ട് കുറച്ച് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കറുവപ്പട്ട പൊടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മുട്ടയുടെ കൂട്ടിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലും കൂടി കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാറ്റില വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സൈഡിലും നടുക്കൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയിട്ട് വന്നോളും. ഇപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ചിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ടിന്നിൻ്റെ അടിയിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് മൈദയും തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഈ ബാറ്ററിലെ എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോവാനായിട്ട് ഒരു ബലൂൺ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ മുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും വിണ്ട് കീറാത്ത രീതിയിലുള്ള കേക്കായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് ഞാൻ ഓവനിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്ക് എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ചൂടോട് കൂടി മുറിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും. ചൂടാറിയതിന് ശേഷം വേണം മുറിച്ചെടുക്കാനായിട്ട് ഇതുപോലെ. ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് വിവോ നോൺ ഡയറി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ലെയർ സെറ്റ് ചെയ്യാനായിട്ട്. അതിലേക്ക് കുറച്ച് ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടും ഈ ഒരു ക്രീമിന്. ഒരുപാട് എസൻസ് ഒന്നും വേണ്ട, കുറച്ചൊരു 4-5 ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലെയറിൽ സെറ്റ് ചെയ്യാനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്.
ഇനി ഒരു കേക്ക് ബോളിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നടുക്ക്. അതിൻ്റെ മീതേക്ക് ഫസ്റ്റ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഈ ഷുഗർ സിറപ്പ് എല്ലായിടത്തോട്ടും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്രീം എടുത്തിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മാംഗോ ട്രഫിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാംഗോ ട്രഫിൾ ഞാൻ സെറ്റാക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെയർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് മാംഗോ ട്രഫിൾ ആഡ് ചെയ്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് മാംഗോൻ്റെ പീസസോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസസോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ട്രഫിൾ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ട്രഫിൾ തന്നെ ആഡ് ചെയ്തിട്ട് ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റത്തെ ലെയർ സ്പോഞ്ചും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ സാധാരണ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയിട്ട് ഞാൻ എപ്പോഴും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ സെപ്പറേറ്റ് ഞാൻ ഇതിൻ്റെ മാത്രമായിട്ട് വീഡിയോ ഇടാം. ഇപ്പോൾ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. ഇങ്ങനെ സൈഡിൽ ഡിസൈൻ കൊടുത്തതിന് ശേഷം വേണം മുകളിൽ വരുന്ന ക്രീം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട്. മുകളിൽ പൊങ്ങി നിൽക്കുന്ന ക്രീം ഒരു സ്പാറ്റിൽ വെച്ചിട്ട് വടിച്ചു കൊടുക്കണം. ഓരോ പ്രാവശ്യം വടിച്ചെടുത്തതിന് ശേഷം അത് സ്പാറ്റിൽ ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്തത് വടിച്ചെടുക്കാനായിട്ട്. എന്നാലേ നല്ല ക്ലീൻഡ് ആയിട്ട് വരുള്ളൂ. ഈ കേക്കിൻ്റെ സൈഡ് ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ചോക്ലേറ്റ് ട്രഫിൾ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 100 ഗ്രാം അമുലിൻ്റെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ചൂടിൽ തന്നെ കിടന്നിട്ട് ബട്ടർ മെൽറ്റായിട്ട് വന്നോളും. ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ മാംഗോൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റ് മാംഗോൻ്റെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ട്രഫിൾ നന്നായിട്ട് ചൂടാറിയിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ട്രേ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് ഒരു പാത്രം കൂടി വെച്ചിട്ട് അതിൻ്റെ മീതേക്കാണ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വീഴുന്ന ആ ഒരു ട്രഫിളൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റായ കേക്കിൻ്റെ മീതേക്ക് വേണം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല സെറ്റായിട്ട് കിട്ടും. നടുക്കുന്ന് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചിട്ട് എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ എല്ലായിടത്തോട്ടും ആയിക്കോളും. എല്ലായിടത്തോട്ടും ഈ ട്രഫിൾ ആയതിനു ശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ കേക്ക് ഞാനൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷനും കൂടി ബാക്കിയുണ്ട്. ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ് ബോർഡറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ട്രഫിൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. ശരിക്കും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ. താങ്ക് യു.